ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് 2 ദശാബ്ദക്കാലത്തെ കരുതലും സ്നേഹവും, പതിനായിരങ്ങളുടെ ആശ്രയ കേന്ദ്രം. BLMൻ്റെ കരുതലിൽ ജീവിതം കരുപ്പിടിപ്പിച്ചെടുത്തവർ ആയിരങ്ങൾ. ഭവന നിർമ്മാണ സഹകരണ രംഗത്ത് ഏഷ്യയിലെ തന്നെ ഒന്നാംകിട സ്ഥാപനം. 2006 കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൽ ഇന്ന് 10 ലക്ഷത്തിലധികം ഓഹരി ഉടമകളുണ്ട്. BLM ചെയർമാൻ R. പ്രേംകുമാറിൻ്റെ ഇച്ഛാശക്തിയിൽ കെട്ടിപ്പൊക്കിയ സംരംഭങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും വളർന്നു പന്തലിച്ചു കിടക്കുന്നു. BLM ഹൗസിംഗ് ഡെവലപ്മെൻറ്റ്, BLM ലാൻഡ് ഡെവലപ്മെൻറ്റ്, BLM സിമൻറ്റ്സ്, സിവിൽ സപ്ലൈസ്, BLM ട്രാൻസ്പോർട്ട്, BLM കോളേജ്, BLM ഹോട്ടൽസ്, BLM IT പാർക്ക്, അങ്ങനെ BLMൻ്റെ പ്രോജക്റ്റുകൾ അനവധിയാണ്. BLMന് ഇപ്പോൾ 150ഓളം ബ്രാഞ്ചുകളുണ്ട്. ഇവയിൽ നേരിട്ടും അല്ലാതെയും ആയിരക്കണക്കിന് ആളുകളാണ് കർമ്മനിരതരായിട്ടുള്ളത്. 10,000-ൽ പരം ആളുകൾക്ക് കയറിക്കിടക്കാനുള്ള വീട് നിർമ്മിച്ചു നൽകാൻ BLM മുൻകൈയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതാവട്ടെ BLMൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ R. പ്രേംകുമാറും. ആത്മധൈര്യത്തിന് ജീവിത നിഘണ്ടുവിൽ പുതിയൊരു പര്യായം എഴുതി വെച്ച യോദ്ധാവ്. പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിൽ BLM ഇന്ന് സ്വപ്ന തുല്യമായ ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. BLMൻ്റെ നോർത്തോത്സവം 2026 എന്ന കൂട്ടായ്മ ധർമ്മശാല എക്സോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു. 2000-ലധികം ആളുകൾ പങ്കെടുത്ത മഹാസമ്മേളനം. സമ്മേളനത്തിൽ മുഴുവൻ സമയവും ചെയർമാൻ R. പ്രേംകുമാർ പങ്കെടുത്തു. മാഹി, കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലെ BLM കുടുംബാംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സമ്മേളനവേദിയിലെത്തിയ ചെയർമാൻ R. പ്രേംകുമാറിനെ താലപ്പൊലിയുടെയും പഞ്ചവാദ്യത്തിൻ്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ സ്വീകരിച്ചു. രംഗപൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് താളം കണ്ണൂർ അവതരിപ്പിച്ച തിരുവാതിര അരങ്ങേറി.
പ്രാർത്ഥനാ ഗാനാലാപനത്തിന് ശേഷമാണ് ഭദ്രദീപം തെളിയിച്ച് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചെയർമാൻ ആർ പ്രേംകുമാർ ദീപം തെളിയിച്ചതിന് ശേഷം മറ്റ് ഡയറക്ടർമാരും ദീപം കൊളുത്തി. ചെയർമാൻ ആർ പ്രേംകുമാർ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ആവശ്യമെന്താ? പണമാണ്. ഇന്നത്തെ ഈ ലോകം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതും നിങ്ങൾ ആരാന്നുള്ളത് മനസ്സിലാക്കുന്നതും. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഇതാണ് അതാണ്, ഒന്നുമില്ല. നിജസത്യം പറഞ്ഞത് പണമാണ്. ഇതിന്റെ സത്യം, അതിന്റെ റൂട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും. ഇന്നിപ്പോ ലക്ഷോപലക്ഷ ജനങ്ങൾ ഈ ഭീമന മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ യാത്രയിൽ ഇന്ന് എല്ലാവരും ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരാകും. സ്വന്തം വീടും കാറുമായിട്ട് സന്തോഷത്തോടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, സത്യമാണ്. എന്നാൽ ഇതിനൊന്നും എനിക്ക് പറ്റൂല, എത്താൻ പറ്റൂല എന്നൊന്ന് അസിയും ജലസുമുള്ളവർ ഇതിനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെ വഴി, നേരത്തെ നമ്മൾ ജ്യോതി സാർ പറഞ്ഞ പോലെ അതിനെന്താ റൂട്ട് എന്നെടുത്ത് അതിനുവേണ്ടി കുറേ കള്ളക്കേസും കാര്യവും എന്ത് വന്നാലും സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. കുറഞ്ഞ 1 കോടി ജനങ്ങളിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ദൈവം തന്നെ ആയുസിനെതിരെ മിനിമം ഞാൻ പറഞ്ഞത് 1 കോടി ആൾക്കാരാണെങ്കിൽ കോടീശ്വരന്മാരായിട്ട് മാറ്റിയിട്ട് ഞാൻ മരിക്കും. BLM പ്രസിഡന്റ് കരുണാമൂർത്തി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ, ഡയറക്ടർമാരായ VK സിബി, മനോജൻ, അനുറാം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ചുകളിലായി മികവ് കാട്ടിയവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. BLMന്റെ വാർഷിക ജനറൽ ബോഡി ആഗസ്റ്റ് 8-ന് കൊച്ചിയിൽ നടക്കുമെന്ന് ചെയർമാൻ ആർ പ്രേംകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.